ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ നമ്മുടെ വെണ്ണകൃഷ്ണൻ്റെ അതിമനോഹരമായ ഒരു ചിത്രം കാണാം, ഒരു വർണ്ണന കേൾക്കാം. ബാലായ നീലവപുഷേ നവകിങ്കിണീക ജാലാഭിരാമജഘനായ ദിഗംബരായ ശാർദൂല ദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. ബാലായ, ബാലനാണ് അല്ലേ. നീലവപുഷേ, നീല നിറം ശരീരത്തിന്, നമുക്ക് വപുസെന്ന് പറഞ്ഞാൽ ശരീരം. നവകിങ്കിണീക, പുതിയ കിങ്കിണീക ജാലം, ജാലം എന്ന് പറഞ്ഞാൽ കൂട്ടം, കിങ്കിണികളുടെ കൂട്ടം. എവിടെയാണുള്ളതെന്നറിയാം? ജഘനായ, ജഘനെന്ന് പറഞ്ഞാൽ അരയിൽ പുതിയ കിങ്ങിണി കൂട്ടമൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ടോ അവൻ. പിന്നെയോ ദിഗംബരായ, ദിഗംബരം എന്ന് പറഞ്ഞാൽ എന്നാ? അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രം. ദിഗംബരം എന്ന് പറഞ്ഞാൽ ദിക്കാണ് വസ്ത്രം, വേറെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ നൂലുബന്ധം പോലും ഇല്ലാതെ അവനങ്ങനെ നിൽക്കുകയാണ്. പിന്നെയോ ശാർദൂല ദിവ്യ നഖഭൂഷണഭൂഷിതായ എന്ന് വെച്ചാൽ ശാർദൂലം എന്ന് പറഞ്ഞാൽ എന്ത്? പുലിനഖമോതിരമുണ്ട് കയ്യിൽ. പിന്നെ നന്ദാത്മജായ, നന്ദൻ്റെ മകൻ. പിന്നെയോ നവനീതമുഷേ നമസ്തേ. മുഷ എന്ന് പറഞ്ഞാൽ എന്താണ്? വെണ്ണ കട്ടുണ്ണുന്നവൻ. ഇങ്ങനെ എല്ലാമുള്ള എന്താണ്? ചെറിയ ബാലനാണ്, നല്ല നീല നിറമാണ്. പിന്നെയോ അരയിൽ കിങ്ങിണി കൂട്ടമുണ്ട്. ദിഗംബരായ, ഒന്നും എടുത്തിട്ടുമില്ല. പിന്നെ ദിവ്യമായ പുലിനഖമോതിരം കയ്യിലുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ആ വെണ്ണക്കണ്ണനെയാണ്, വെണ്ണ കെട്ടുണ്ണുന്ന ആ കുഞ്ഞ് കൃഷ്ണനെ ഞാൻ, നന്ദപുത്രനായ ആ കുഞ്ഞിനെ ഞാൻ നമിക്കുന്നു. നോക്കി, വളരെ ലളിതമാണ്, പക്ഷേ എന്നാലും ശരിയാ. അവൻ്റെ രൂപം ഇങ്ങനെ മനസ്സിലോർത്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓർത്ത് ആസ്വദിക്കാനുള്ളത് ഉണ്ടല്ലേ. ഭഗവാനെ, എൻ്റെ കൃഷ്ണ, ആ കണ്ണനുണ്ണി, വെണ്ണക്കണ്ണ, എന്നെ എത്ര കണ്ടാലും കേട്ടാലും മതിയാവില്ലല്ലോടാ. ഇത് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകമാണ്. 2ാമത്തെ സർഗത്തിലെ 73ാമത്തെ ശ്ലോകം.